ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചുരിദാറിലും കുർത്തിയിലൊക്കെ എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കുർത്തിയുടെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ വെച്ചിട്ടാണ് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് എടുക്കണം. ഒരു ടേപ്പ് എടുത്തിട്ട് ഈ ഒരു ആം ഹോൾ റൗണ്ട് എത്രയാണ് വരുന്നതെന്ന് ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 11.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ സ്ലീവ്സിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച പീസാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ചതിന് ശേഷം ഞാൻ താഴേക്ക് 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് ആണിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 11.5-ന് 1 കുറക്കുമ്പോൾ 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്കായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 to 3.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ഇതൊരു കോമൺ അളവാണ്. ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു കോർണറിലേക്ക് നമുക്ക് ഒന്ന് സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ വരച്ചെടുത്തു. ഇനി ഈ ഒരു സ്ലോപ്പ് ലൈനിൻ്റെ പകുതിയാണ് മെഷർ ചെയ്തെടുക്കുന്നത്. ഇവിടെ ടേപ്പ് വെച്ചു. ഇത് വരുന്നത് 10.5 ഇഞ്ചിൻ്റെ അടുത്താണ് വരുന്നത്. ഒരു 5.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഈ ഒരു മിഡിൽ പോയിന്റിൽ നിന്നും മേലേക്ക് പുറത്തേക്കൊരു കർവായിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ താഴേക്കും ഈ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കാം. നമുക്ക് ഈ അളവൊന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ നേരത്തെ ആം ഹോൾ മെഷർ ചെയ്തെടുത്തിട്ടില്ലേ, അതേ ഒരു അളവാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും അതുപോലെ മേലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ 6.5 ഇഞ്ചാണ് എടുത്തത്. നിങ്ങൾക്ക് എത്ര വിഡ്ത്താണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതിനുശേഷം ഈ 2 പോയിൻ്റ് ഒന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിൽ 1 ഇഞ്ച് സീം അലവൻസ് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അത് നിങ്ങൾ കുർത്തിയിൽ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ കുഴിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഈ 2 പീസ് ഞാനൊന്ന് നിവർത്തി വെച്ചു. 2 സ്ലീവിൻ്റെയും ഫ്രണ്ട് ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചു. അതിന് ശേഷം ഇവിടുന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ കുഴിച്ചെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് കയറ്റി ഇതുപോലെ ഒന്ന് ഈ ഭാഗത്ത് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.